40 ബൈക്കിൻ്റെ മേലേക്ക് സെല്ല് ചെയ്തു. ഇതുവരെ എനിക്ക് ഒരു ഇമെയിൽ ഇല്ല, ഇമെയിൽ ഐ ഡി ഇല്ല, ബിസിനസ്സിന് പ്രോപ്പറായിട്ടുള്ള നെയിമില്ല, പിന്നെ നമ്മളിതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ ഒരുവിധ പരിപാടികളൊന്നുമില്ല. ബൈക്കിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഫുൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവിടെ എത്തിപ്പെട്ടതിന് ശേഷം ഞാൻ 4ാമത്തെ ബിസിനസ്സാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. 2 ദിവസം കൊണ്ട് 2 മില്യൺ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് IDTSകളിൽ നിന്ന് പഠിച്ച് അതിനുശേഷം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു ബിസിനസ് ബിൽഡ് ചെയ്ത് യങ് ആൻഡ് സ്മാർട്ട് ഓണ്ടർപ്രണറായ മുഹമ്മദ് റിൻഷാദ് ബിയാണ്. വെൽക്കം റിൻഷാദ്. റിൻഷാദ് ഇവിടെ ജോയിൻ ചെയ്തതിന് മുന്നേ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് എസ്കലേവ് ജോയിൻ ചെയ്ത്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 6 മന്ത് ഞാൻ ബ്രേക്ക് എടുത്തിരുന്നു. എന്തിന് ഡിഗ്രി? ഞാൻ ബികോം ഫൈനാൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ബികോം ഫൈനാൻസ്. എന്തുകൊണ്ടാണ് ബികോം ഫൈനാൻസ് എടുത്തത്? അത് പ്രത്യേകിച്ച് റീസണോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ +2 കൊമേഴ്സ് ആയിരുന്നു. പിന്നെ എനിക്ക് കൊമേഴ്സിനോടായിരുന്നു ഒന്നുകൂടി ഫൈനാൻസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഒന്നുകൂടി താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു രീതിയും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നോക്കിയപ്പോൾ ഫൈനാൻസിലൊരു സീറ്റ് കണ്ടു, അങ്ങനെ ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഫൈനാൻസ് എടുത്ത്. പിന്നെ ഡിഗ്രി അതിന് ശേഷം ഞാൻ കുറച്ചധികം, ഞാൻ പറഞ്ഞു, ഒരു 6 മന്ത് ഞാൻ ബ്രേക്ക് എടുത്തു. കുറേ കാര്യങ്ങൾ നോക്കിയിരുന്നു അതിൻ്റെ അടുക്ക്. ലോജിസ്റ്റിക്സ്, അതേപോലെ അന്നത്തെ ട്രെൻഡിങ് ആയിരുന്നു മറ്റേ മെഡിക്കൽ കോഡിങ്, പിന്നെ അങ്ങനെ കുറേ പരിപാടി നോക്കി. എന്താ പിന്നെ ഈ ഓയിൽ ആൻഡ് ഗ്യാസ്, അങ്ങനത്തെ ഒരുവിധ എല്ലാ കോഴ്സും ഞാൻ നോക്കാൻ പറ്റുന്ന മാക്സിമം നോക്കിയിരുന്നു. ഞാനിവിടെ എറണാകുളത്തും കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും ഞാൻ നോക്കിയിരുന്നു. അങ്ങനെ നോക്കുന്നതിൻ്റെ അടുക്കാണ് ഒരു ആഡ് കണ്ട് എസ്കലേവ് എത്തിപ്പെട്ടെ. ഇവിടെ എത്തിപ്പെട്ടിട്ട് എങ്ങനെയാണോ ക്ലാസ് തുടങ്ങിയപ്പോൾ എങ്ങനെയാണോ അനുഭവപ്പെട്ടത്? സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യണം എന്നുള്ള രീതിയിൽ വന്നതല്ലേന്ന്. പക്ഷെ ഇവിടെ വന്നപ്പം ജോയിൻ ചെയ്യാൻ നമ്മൾ 2 ഇൻ്റർവ്യൂ കൂടി പാസ്സാവണം. അപ്പോൾ സംതിങ് എന്തോ എല്ലായിടത്തും ഞാൻ അങ്ങനെ 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻ പോയി നോക്കിയാൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, ഇന്ന് തന്നെ ഫീസ് അടിച്ച് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം, ആ ഒരു ടൈപ്പ് ഓഫ് മൂഡ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ ഫീസ് അടിച്ചിട്ട് ജോയിൻ ചെയ്യുന്ന നമ്മൾ സാധാരണ കാണുന്ന ഒരു പാറ്റേൺ അല്ലല്ലോ പൊതുവെ. പിന്നെ ഫസ്റ്റ് നമുക്കൊരു വെബിനാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അതിൽ തന്നെ എനിക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടി. കാരണം ഞാനിത് വരുന്നതിന് മുമ്പ്, ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മീഷോയിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ടൈമിൽ എന്താണ് അടുത്ത്, ഞാൻ ക്ലോത്തിങ് ബ്രാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്ത് തുടങ്ങുന്ന ടൈമിലാണ് ഇവിടെ എത്തിപ്പെട്ടത്. അതിൽ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലേഡീസിൻ്റെ മറ്റേ ഷോർട്ട് ടോപ്പും കാര്യങ്ങളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലിസ്റ്റ് ചെയ്ത് എനിക്ക് ഒരു 1-2 ഓർഡർ വന്നിരുന്നു. അതെനിക്ക് പ്രോപ്പറായിട്ട് ഡെലിവറിയും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ല ആ ടൈമിൽ. കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമായിരുന്നു. പക്ഷേ ആ ഒരു എന്തൊക്കെയോ നമ്മളൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ മൈൻഡിൽ എന്താ വരുന്നത് അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വന്നു, ഇങ്ങനെ ഒക്കെ സംസാരിച്ചു, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഇവിടുത്തെ ഫൗണ്ടേഴ്സ് ജുനീർ സാറും ഉണ്ടായിരുന്നു തോന്നുന്നു. കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടി. എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലെവലിൽ ഒരു കോൺഫിഡൻസ് കിട്ടി. അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂക്ക് കടന്നു. പിന്നെ ഇൻ്റർവ്യൂവിലും കുറച്ചധികം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിച്ചു. അപ്പം നമുക്ക് പിന്നെ അവരുടെ സൈഡിൽ നിന്നും എസ്കലിൻ്റെ സൈഡിൽ നിന്നും എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒന്നുകൂടി ഒരു ക്ലാരിറ്റി കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി ഇത് തന്നെയാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തോന്നി. അങ്ങനെയാണ് എത്തിപ്പെട്ടത്. കോഴ്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് ഏതായിരുന്നു? കോഴ്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് കോണ്ടന്റ് ക്രിയേഷൻ. അതെന്തുകൊണ്ടാണ് കോണ്ടന്റ് ക്രിയേഷൻ ഇഷ്ടപ്പെട്ടത്? കോണ്ടന്റ് ക്രിയേഷൻ ഇഷ്ടപ്പെടാൻ കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ കോഴ്സിൻ്റെ നമുക്ക് ഡെയിലി അസൈൻമെൻറ്റ്സ് ഉണ്ടല്ലോ. ഡെയിലി അസൈൻമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടാവും. രാവിലെ ഒരു അസൈൻമെൻറ്റ് വരും. എനിക്ക് തോന്നുന്നു ഈവനിങ് ആണ് അതിൻ്റെ സബ്മിറ്റ് ടൈം. ചിലപ്പോൾ ഒരു 2 ദിവസത്തെ അസൈൻമെൻറ്റ് വരാം. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയൊരു അസൈൻമെൻറ്റ് ആയിരുന്നു ഡെയിലി ഓരോ കോണ്ടന്റ് വെച്ച് ചെയ്യണം എന്നുള്ളൊരു സംഭവം. ഡെയിലി ഈവനിങ് 5 മണിക്ക് നമ്മളൊരു കോണ്ടന്റ് പോസ്റ്റ് ചെയ്യണം. അതൊരു അസൈൻമെൻറ്റ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് എനിക്കും എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുക കാര്യങ്ങളും. വെറുതെ 1-2 കോണ്ടന്റ് ഒക്കെ ഇട്ട് നോക്കി. പുതിയൊരു അക്കൗണ്ടാണ്, നാട്ടിലാർക്കും അറിയില്ല, അക്കൗണ്ട് തുടങ്ങിയെന്ന് അറിയില്ല. അങ്ങനെ ചെയ്തു തുടങ്ങിയാണ്. അങ്ങനെ തുടങ്ങി. പിന്നെ ഒരു ദിവസം നാട്ടിലിറങ്ങി ചെയ്യുന്ന റീൽ എങ്ങനെയൊക്കെയോ നാട്ടിലെത്തി. ഞാൻ വീഡിയോ ചെയ്യണേ ഇവിടുന്ന് സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് എന്ത് കോണ്ടന്റാ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരു പ്രത്യേകിച്ച് ഒരു നീശ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ചെയ്ത് പെട്ടെന്ന് ഒരു ദിവസം നാട്ടിലെത്തി. നാട്ടില് ആ വീഡിയോ ഫുള്ള് നാട്ടിൽ മൊത്തമായിട്ട് ഇറങ്ങും, ചെക്കന്മാരുടെ ഇടയിലൊക്കെ ഇറങ്ങി വ്യാപകമായി. അപ്പോൾ പിന്നെ വീട്ടിൽ എത്തിയപ്പോൾ അങ്ങാടിക്ക് കയറുമ്പോൾ എടാ ബ്ലോഗർ, ആ കൈൻഡ് ഓഫ് സാധനമായി അവിടെ. അതെ. പിന്നെ ഇങ്ങനെ ഓല് പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു കോഴ്സ് എടുക്കാൻ പോകുന്നു. പിന്നെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നു. നാട്ടിലുള്ള ആൾക്കാരും ചെക്കന്മാരൊക്കെ ആണെങ്കിലും ഓലെ സംബന്ധിച്ച് ഓൽക്കും പറയാനായിട്ട് കാര്യങ്ങളുണ്ട്. അന്നത്തെ കോണ്ടന്റ് കണ്ടാൽ എനിക്ക് ഇപ്പോഴും ചിരി വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കോണ്ടന്റ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, കറക്റ്റ് ഇവിടുത്തെ വേല പോകണം, ഫീസ് അടിച്ചാണ്, ആ ഒരു മൈൻഡ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ചെയ്തെന്നുള്ളൂ. ഇപ്പം ഈ കോഴ്സിൽ പോയതുകൊണ്ട് എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടത്?
ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് തന്നെ ഇത് ചെയ്തിരുന്നു, മറ്റേ മീഷോന്റെ പരിപാടി ചെയ്തിരുന്നു. പിന്നെ ഞാൻ വലിയ ലെവലിലുള്ള ഫാമിലി അല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഒപ്പം പിന്നെ ഫാമിലി ആയിട്ട് ഒന്ന് രണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നുണ്ട് എന്താണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സെയിൽസ് ചിലപ്പോൾ അധിക സെയിൽസും ക്ലോസ് ചെയ്ത് നമ്മളെ വീട്ടുന്നതായിരിക്കും. വീട്ടിലിപ്പാക്ക് ബൈക്കിന്റെ യൂസർ ബൈക്ക് സെല് ചെയ്യുന്ന പരിപാടികളുണ്ട്. പിന്നെ അതേമാതിരി റിയൽ എസ്റ്റേറ്റിന്റെ ബ്രോക്കറേജും പരിപാടിയും സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പം അതിന്റെ ഒക്കെ സെയിൽസ് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്ത് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും ക്ലോസിങ് വരിക. അപ്പോൾ അതിലുള്ള ബാർഗെയിനും കാര്യങ്ങളും പിന്നെ നമ്മളിങ്ങനെ കുറച്ച് ഇപ്പം അതിൽ കോമഡി ആയിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ബൈക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാറൊക്കെ ക്ലോസ് ചെയ്യാൻ ടൈമിൽ നമ്മളവിടെ ഇങ്ങനെ വന്ന് നിൽക്കും, ചെറിയ സെക്കൻഡൊക്കെ. അപ്പോൾ വന്ന് നിൽക്കും. അപ്പോൾ ഇങ്ങനെ അത് ഓൾമോസ്റ്റ് ക്ലോസ് ആയി എന്ന് കാണുമ്പോൾ ഇപ്പോൾ പറയും, ഇവന് ആ വണ്ടി ഇന്നലെ കേക്ക് വെച്ചിനി, ഓൻ എന്തെങ്കിലും ഒന്ന് കൊടുത്തേക്ക് എന്ന് പറയും. അപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ ക്ലോസിങ്ങിൻ്റെ ടൈമിൽ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും, ഓ ഇതിപ്പോൾ ക്ലോസ് ആവും. നമുക്കിങ്ങനെ മനസ്സിലാവും. ഒരു ബാർഗെയിന് ചിലപ്പോൾ അരമണിക്കൂർ, അത്യാവശ്യം വലിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറേ നീണ്ടു പോകുമല്ലോ ആ ക്ലോസിങ് വരാനായിട്ട്. എന്നാലും ലാസ്റ്റിലേക്ക് നമുക്കൊരു ഹോപ്പ് വരും. അപ്പോൾ ആ സെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടുതന്നെ എനിക്ക് ചെറുപ്പത്തിൽ ആ സെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ സെയിൽസിലേക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ലൈക്ക് ആയിട്ടുള്ള സംഭവം. എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, ഒരു സെയിൽസ് ക്ലോസ് ആക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് ആവുന്ന സംഭവം. അപ്പോൾ എന്ത് ഫീൽഡിലാണ് ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചത്? അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇ-കൊമേഴ്സിൽ ചെയ്ത് തുടങ്ങാന്നുള്ളൊരു ഇതായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് മാർക്കറ്റിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ, മാർക്കറ്റിംഗ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ആയിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് മനസ്സിലായി. അതാണ് ഒന്നാമത് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ കാരണം. പിന്നെയാണ് ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്തു. ഒരു മോസ്റ്റ് അഫോർഡബിൾ പറഞ്ഞിട്ടുള്ളൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇ-കൊമേഴ്സിൽ നമ്മളൊരു ഹോം ഡെക്കോർ ഐറ്റംസ്, കിഡ്സിൻ്റെ മറ്റേ ടോയ്സും കാര്യങ്ങളൊക്കെ സെല് ചെയ്യാന്നുള്ള ആ ഒരു ലെവലിലെത്തി. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു 1 month 2 month കണ്ട് ഓടിച്ചിട്ടുള്ളൂ പരിപാടി. അതിന് ശേഷം അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ നിങ്ങൾ എന്താണ് പിക്കപ്പ് ചെയ്തതിന് ശേഷം അത് ഡ്രോപ്പ് ചെയ്യാനും ഞങ്ങൾ ടോയ്സ് ചെയ്യുന്ന അധികം ടാർഗറ്റ് ചെയ്ത് ടോയ്സിന്റെ കുറച്ചധികം കാറ്റഗറി നമ്മളവിടുന്ന് കോഴിക്കോട് നിന്ന് തന്നെ ഒരു സെല്ലർ എടുത്തിട്ട് അവിടുന്ന് തന്നെ കോഴിക്കോട് നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഇ-കൊമേഴ്സിൽ ചെയ്യാന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു 10-50 ഓർഡറോളം എടുത്തു. അതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തു. സെയിൽസ് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു. പക്ഷെ നമുക്കിത് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ചുകൂടി നമ്മൾ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ മോഡലും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്തു നോക്കിയപ്പോൾ അതൊന്നുകൂടി പ്രാക്ടിക്കൽ ആവുന്നില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് അത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കുറച്ചാലും പിന്നെ ഇങ്ങനെ വീട്ടിലും എൻ്റെ അപ്പത്തും ഇവിടുത്തെ ക്ലാസ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വീട്ടിലിരുന്ന് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. അപ്പം അപ്പോൾ ഈ ബൈക്കിൻ്റെ കേസ് ചെയ്യണം എന്നുള്ള മൈൻഡ് എനിക്ക് ഇല്ലേന്ന്, ബൈക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഇല്ലേന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ വീട്ടിലെപ്പോഴും ഒരു 10-15 ബൈക്ക് ഓൾമോസ്റ്റ് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു സാധാരണ. ഇപ്പാൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ആയിട്ടുള്ള കണക്ഷനാണ് മൊത്തം. അതായത് കുറേ കാലമായിട്ട് ബ്രോക്കറേജിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറേ ബ്രോക്കേഴ്സിനെ കുറേ ആൾക്കാരെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബൈക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബ്രോക്കേഴ്സ് തന്നെ വന്നിട്ടാണ് നമ്മുടെ അടുത്ത് ബൈക്ക് സെല് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒരു 4-5 ബൈക്ക് ഇവിടെ ഇങ്ങനെ വീട്ടിൽ കുറച്ച് കാലമായിട്ട് നിൽക്കുന്നുണ്ട്, ഈ ഓലക്സിലിട്ട് എന്നോട് പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ അടുത്ത് ആ ടൈമിൽ ഞാൻ കോണ്ടന്റ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് ഇങ്ങനെ ഡെയിലി കോണ്ടന്റ്സ് ആയിട്ടും അല്ലാതായിട്ടും സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഓലക്സിലിടണം. ഓലക്സിലിട്ട് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ടൈപ്പ് ചെയ്ത് ഒക്കെ ഒരു ചടങ്ങ് കേസായതുകൊണ്ട് എനിക്കാണെങ്കിൽ അന്ന് ഒരു ടോപ്പിക് ഇടാനായിട്ട് കോണ്ടന്റ് ചെയ്യാനായിട്ട് ഒരു ടോപ്പിക്കും ഇല്ല പ്രത്യേകിച്ച്. അപ്പം ഞാൻ എന്താ ചെയ്ത് ഇങ്ങനെ എത്ര ബൈക്ക് ഇങ്ങനെ കൊടുക്കാനുണ്ട്, നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യണതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്ത് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് എനിക്കൊന്ന് 2 ദിവസം കൊണ്ടിട്ട് 2 million സംതിങ് എത്രോ കയറി. എനിക്കൊന്ന് ഞാൻ ഇന്ന് 3 ബൈക്ക് എങ്ങാണ്ട് അതിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. ആ ബൈക്ക് ആ ഒരു വീക്ക് കൊണ്ട് തന്നെ സെയിലായി പോയി. വിറ്റുപോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നുകൂടി മാർക്കറ്റ് ചെയ്താൽ നമുക്കൊന്നുകൂടി ഇതിലൊരു സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ സെയിൽസിൻ്റെ ഇത് കണ്ടിട്ടാണ് ഞാൻ വന്നത്, ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടെ. പിന്നെ അതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ബൈക്ക് ഇപ്പോൾ സെയിലുണ്ടെങ്കിൽ ഇപ്പോൾ ഒറ്റയടിക്ക് പറയാം, ഇപ്പോൾ നിങ്ങൾ ഒരു ബൈക്ക് ഞങ്ങളുടെ അടുത്തൊരു ബൈക്ക് ഉണ്ട്, നിങ്ങളത് വാങ്ങാനായിട്ട് വന്ന ഒരാളാണെങ്കിൽ ഇപ്പം എങ്ങനെയാണ് പറയാം, ഈ കണ്ടീഷൻ, ഈ സാധനം, ഇതിനുള്ള വില നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നോക്കുക, എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യുക, ഈ ഒരു വിലയാണ് ഇതിന് പറയുന്നത്, ഇത്രേ പറയുള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നോക്കാമെന്ന് പറയും. അപ്പോൾ
ആ ഒരു ഹോണസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ ആ പരിപാടിക്ക് നിൽക്കിയത്. എന്നോട് ഞാൻ പറയല്, ഇപ്പോൾ വണ്ടിക്ക് 5 മണി ഉണ്ടെങ്കിൽ വണ്ടിക്ക് 5 മണി ഉണ്ട്, ഇന്ന റേറ്റ് നമ്മൾ പറയണുള്ളൂ, ഈ കണ്ടീഷനിൽ നിങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയിക്കോളി, അത്രേ ഉള്ളൂ. അപ്പം അത് എന്നെ ഭയങ്കര രീതിയിൽ ലൈക്ക് ചെയ്തിരുന്നു. കാരണം എന്നോട് തന്നെ 1-2 ആൾക്കാരിങ്ങനെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിപ്പോൾ കുറച്ചധികം ബൈക്ക് സെല്ല് ചെയ്തപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അടുത്ത് ബൈക്ക് എടുക്കാൻ വരുമ്പോൾ തന്നെ ഓരോ ഇതിനു മുമ്പ് ബൈക്ക് എടുത്തിട്ട് 2 ദിവസം കൊണ്ട് എൻജിൻ പണിയായി, വണ്ടിക്ക് ആകെ ഫുള്ള് വർക്കായി. അപ്പോൾ അങ്ങനെയൊക്കെ വിഷയം വരുമ്പോൾ എന്താ വെച്ചാൽ, ഈ ബൈക്ക് ഒരാൾ ബൈക്ക് എടുക്കുന്ന അത്യാവശ്യം ലോങ് ടൈം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും ബൈക്ക് എടുക്കുന്നുണ്ടാവാം. ഈ ഒരു സംഭവത്തിൽ ആ ബൈക്കിന് ഇപ്പോൾ നിങ്ങൾക്കൊരു ബൈക്ക് തരികയാണെങ്കിൽ ആ ബൈക്കിന് കുറച്ചധികം കേടുണ്ട്, ഞാനത് പറയാതെ ആ കേടും കാര്യങ്ങളൊന്നും പറയാതെ നിങ്ങൾക്ക് ആ ബൈക്ക് തന്നു കഴിഞ്ഞാൽ, നിങ്ങൾ പിന്നെ കണ്ടു ആ കേടും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ആ ബൈക്ക് നിങ്ങൾ എപ്പോഴൊക്കെ സ്റ്റാർട്ടാക്കുമ്പോഴും അപ്പൊക്കെ നിങ്ങൾ എൻ്റെ മനസ്സിൽ വിചാരിക്കും, ആ ചങ്ങായിനെ പറ്റിച്ചു, പണി തന്നു. ആ ഒരു പ്രാക്ക് ഞാൻ എന്ത് ചെയ്യണം, ഡെയിലി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഉള്ളതാർക്ക് പറഞ്ഞിട്ട് സെല്ല് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ വണ്ടിന്റെ കണ്ടീഷൻ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നോക്കാം. ഇതിനാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്നുള്ള ലെവലിൽ ഫുൾ ട്രാൻസ്പെറൻസി ആയിട്ട്. വണ്ടി എടുത്ത് കൊണ്ടുപോയി എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി സെയിൽസ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാളിപ്പോൾ നമ്മളെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ക്ലോസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് നിർബന്ധിച്ച് നമ്മളെ അല്ലെങ്കിൽ വണ്ടിക്ക് ഇല്ലാത്ത ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് വണ്ടി കൊടുക്കാനുള്ള അങ്ങനത്തെ ഒരു സംഭവം നമുക്കില്ല. നമുക്ക് ഓൾറെഡി സർവീസ് സെൻറ്റർ 1-2 സർവീസ് സെൻറ്റർ നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി നമ്മളെ ബൈക്കുകളെല്ലാം അവിടെ എത്തിയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുള്ളൂ. എന്തായാലും ഇപ്പോൾ ഒരാൾ വന്നാലും അത് എന്താണ് അതിന്റെ സ്റ്റെപ്സ് ചെയ്യുക. സപ്പോസ് ഒരാൾ വന്നു ബൈക്ക് പ്രശ്നമായി പറയുന്നത്, അപ്പൊ നിങ്ങൾ പറയുന്ന ആള് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് സെല് ചെയ്യണമെന്ന് ആഗ്രഹമില്ല? അല്ല, അങ്ങനെയല്ല പറഞ്ഞ്, നമുക്ക് നമ്മളടുത്ത് വരുന്ന ബൈക്കുകൾ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, നമുക്ക് ഓൾറെഡി സർവീസ് സെന്ററും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു ബൈക്ക് സെല്ലിന് ഇടുമ്പോൾ നമ്മളൊരു ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മളത് ചെക്ക് ചെയ്തിട്ടാണ് ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ തന്നെ ഷോപ്പ് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലാവും ഇപ്പം എന്തൊക്കെ വർക്കാണ് അതിൻ്റെ പെൻഡിങ് ഉള്ളത്, നമുക്ക് ഓൾറെഡി അറിവുകൊണ്ട് തന്നെ അതെല്ലാം കസ്റ്റമേഴ്സിനോട് ആദ്യം പറഞ്ഞു കൊടുത്താൽ മതി. ഈ വർക്ക് കൈമ എടുക്കാണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങളെ മാക്സിമം ഞാൻ പുഷ് ചെയ്തിട്ട് നിങ്ങളോട് ബൈക്ക് എടുപ്പിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബൈക്കിൽ നിന്നല്ല എന്ത് സാധനം എടുപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആ സാധനം അതേപോലെ അവർക്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ അത് തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരും. അല്ലെങ്കിൽ കർമ്മ പറഞ്ഞ സാധനം തിരിച്ച് നമുക്ക് തന്നെ കിട്ടും. നമ്മളിത് ഈ ഫീൽഡിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ ഏത് പേജിലാണ് ഈ ബൈക്കൊക്കെ സെല് ചെയ്യുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 40 ബൈക്കിൻ്റെ മേലേക്ക് സെല്ല് ചെയ്തു. ഇതുവരെ എനിക്ക് ഒരു ഇമെയിൽ ഇല്ല, ഇമെയിൽ ഐ ഡി ഇല്ല, ബിസിനസ്സിന് പ്രോപ്പറായിട്ടുള്ള നെയിമില്ല, പിന്നെ നമ്മളിതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ ഒരുവിധ പരിപാടികളൊന്നുമില്ല. പക്ഷേ എനിക്കിപ്പോൾ ദുബായിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, ബൈക്കിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഫുൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഓൾറെഡി. അതെല്ലാം പ്രോപ്പറായിട്ടുള്ള ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കൊരു നമ്പർ പോലില്ല, എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെയാണ് എൻ്റെ ബിസിനസ് നമ്പറും, ഒരു നമ്പർ പോലും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പം റിൻഷാദ് ഏത് പേജിലൂടെയാണ് ബൈക്കുകളുടെ വീഡിയോസും ഇതൊക്കെ? ഇപ്പോൾ പേഴ്സണലായിട്ടുള്ള എൻ്റെ പേജ് ത്രൂ തന്നെയാണ് ബൈക്കും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നതും സെല് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ ലിങ്ക് എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം, റിൻഷാദിൻ്റെ പേജിൻ്റെ. അപ്പം കസ്റ്റമേഴ്സിന് ഇപ്പം റിൻഷാദിൻ്റെ ബൈക്ക് വാങ്ങുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മളിന്ന് ബൈക്ക് വാങ്ങുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓൾറെഡി സർവീസ് സെൻറ്ററും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ഓൾറെഡി 2 സർവീസ് സെൻറ്റർ ഉണ്ട് നിലവിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടാണ് ബൈക്കുകൾ എടുക്കുന്നത്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, നമ്മൾ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ മാത്രമേ നമ്മൾ ഷെയർ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന ബൈക്കുകൾ നമുക്കൊരു 1 hour 2 hour കൊണ്ട് തന്നെ സെയിലായി പോലുണ്ട്, ബുക്കിംഗ് ആയിട്ട് വരലുണ്ട്. അതും ഓൾമോസ്റ്റ് എല്ലാം NRI കസ്റ്റമേഴ്സാണ് നമുക്കുള്ളത്, ദുബായിൽ നിന്നൊക്കെ ഉള്ള കസ്റ്റമേഴ്സാണ് നമ്മൾ ബൈക്കും കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്നത്. അപ്പം പിന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ അറൗണ്ട് 40-45 ബൈക്ക് സെല്ല് ചെയ്തു. ഇതുവരെയായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് ഒരു കംപ്ലയിൻറ്റ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അത്രയും ഓരോ കസ്റ്റമേഴ്സിനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയിട്ട് അത് ക്ലോസ് ചെയ്തിട്ടേ അടുത്ത് ഞാൻ എടുക്കലുള്ളൂ. അപ്പം ഇതുവരെയുള്ള കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ട്രസ്റ്റ് തന്നെയാണ് നമ്മളിൽ നിന്ന് ബൈക്ക് എടുക്കാനുള്ള ഒരു പ്രചോദനം. ഹാപ്പി കസ്റ്റമേഴ്സാണ്. ഞാൻ അങ്ങനെ പോകണം ആണ് ചിന്തിക്കുന്നത്. ഫ്യൂച്ചറിലെ പ്ലാൻ എന്താണ്? ഇങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഫ്യൂച്ചറിൽ
ഇതിൽ നമ്മൾ പറയാൻ വിട്ടുപോയ കേസ് എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ ടൈമിൽ ഓൾമോസ്റ്റ് എല്ലാ ബൈക്സും സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിൽ വരുന്നത് ഓരോ കാറ്റഗറി ബൈക്സ് ആണെങ്കിലും ഇപ്പോൾ ലോ റേഞ്ചിലുള്ള ബൈക്സ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബൈക്സും നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. മിക്സ്ഡ് ആയിട്ടാണ് സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു ഒരു ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് മാത്രം ടാർഗറ്റ് ചെയ്യുക എന്നുള്ളൊരു ലെവലിലേക്ക് എത്തി. നമ്മളെന്ന് വെച്ചാൽ നമുക്ക് സർവീസ് സെന്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ സർവീസ് സെന്റർ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റുകൾ മാത്രം, റോയൽ എൻഫീൽഡിന്റെ ആക്സറീസും ലൈവ് വർക്ക്ഷോപ്പും മാത്രമുള്ള സർവീസ് സെന്റർ നമുക്കുള്ളത് നിലവിലുള്ളത്. 2 സർവീസ് സെന്റർ റോയൽ എൻഫീൽഡിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സറീസും സർവീസും മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കുകളും എടുത്തിട്ട് സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഒന്നുകൂടി ഒരു അഡ്വാൻറ്റേജും പിന്നെ അതേപോലെ നമുക്ക് ഒന്നുകൂടി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു എൻഫീൽഡ് സെഗ്മെൻറ്റിലാണ് എന്നുള്ള മനസ്സിലായി. അങ്ങനെ നമ്മൾ അത് മാത്രമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ പിന്നെ നമുക്ക് ഓൾഡ് മോഡലാണ് നമ്മൾ അധികം ചെയ്യുന്നത്. എൻഫീൽഡ് ഓൾഡ് മോഡൽ മാത്രമാണ് ചെയ്യുന്നത്. പണ്ടത്തെ സ്റ്റൈലുള്ള ഹെവി ആയിട്ടുള്ള ഓൾമോസ്റ്റ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ യൂത്തിലേക്ക് ഇപ്പോഴും അങ്ങനെ ഉണ്ട് എത്തിയിട്ടുണ്ട്. ബട്ട് നമ്മൾ അധിക കസ്റ്റമേഴ്സും കുറേ മുന്നേ ഓൾക്ക് ഈ ഒരു ബൈക്കിന് ഓൾഡ് മോഡലിനെ സംബന്ധിച്ച്, ഓൾഡ് മോഡൽ ബുള്ളറ്റിനെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ സ്റ്റോറികളാണ് പറയാനുള്ളത്. അതായത് ഇത് 15 വർഷം അല്ലെങ്കിൽ 20 വർഷം 30 വർഷമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓരോ ബൈക്കിനും ഓരോ ഇമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്ന അധിക കസ്റ്റമേഴ്സിൽ ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു 86 മോഡലുണ്ടോ അല്ലെങ്കിൽ ഒരു 76 മോഡലുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാർ വരിക. സംഭവം എന്താ വെച്ചാൽ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൽ ഭയങ്കരമായിട്ടുള്ള വിഷയമാണ്. ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് പഠിച്ചത്. ഓരോ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള കറക്റ്റ് ബൈക്ക് അവർക്ക് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ പർച്ചേസ് ചെയ്യും. അങ്ങനെയൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട്. ആ ഒരു കാറ്റഗറി കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾഡ് മോഡൽ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 10-15 ബൈക്ക് മാത്രമേ നമ്മളിപ്പോൾ ഓൾഡിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അത്രയധികം എൻക്വയറീസും കാര്യങ്ങളും പെൻഡിങ് ഉണ്ട്. കുറേ ബൾക്കായിട്ടുള്ള എൻക്വയറീസ് നമുക്ക് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വരുന്ന കോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്തിടാം, എനിക്ക് ആ ബൈക്ക് വരുമ്പോൾ ഫസ്റ്റിനെ വിളിച്ചാൽ മതി എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് സാധനം കിട്ടാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുണ്ട്. നോക്കുന്ന ഫ്യൂച്ചറിൽ നോക്കുന്ന എന്താ വെച്ചാൽ റോയൽ എൻഫീൽഡിൻ്റെ ഓൾഡ് സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ മൊത്തമായിട്ട് നമ്മൾ ഓൾഡ് മോഡൽ ഒരാളെ അന്വേഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ ബ്രാൻഡ് ആൾ പറയണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മളൊരു ബ്രാൻഡിൻ്റെ ഒരു നെയിം അവർ കാണണം. ആ ഒരു ലെവലിലേക്കാണ് ആലോചിക്കുന്നത്. ഒന്നും ആയിട്ടില്ല, നമ്മളിപ്പോൾ മലബാർ സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു 10-15 ബൈക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എൻ്റെ മൈൻഡിലുള്ള ഫ്യൂച്ചർ ഓൾഡ് ബൈക്ക് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ കുറവാണ് പൊതുവെ. കാരണം ഓൾഡിൻ്റെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ബൈക്കിന് പണി വന്നു കഴിഞ്ഞാൽ നല്ല എമൗണ്ടിൻ്റെ പണികളെ വരുള്ളൂ. അതായത് ആക്സറീസ് കിട്ടാൻ നല്ല പണിയാണ് ആക്സറീസ് കിട്ടാനായിട്ട്. പിന്നെ എൻഫീൽഡിൻ്റെ എന്താ വെച്ചാൽ ഞാൻ കാണുന്നൊരു ആയിരിക്കില്ല, ഞാൻ കാണുന്നൊരു മോഡിഫിക്കേഷൻ ആവില്ല വേറൊരാൾ കാണുന്നത് ബൈക്ക് മോഡിഫിക്കേഷൻ. ഓരോരുത്തർക്കും ഓരോ കൈൻഡ് ഓഫ് സാധനമായിരിക്കും വേണ്ടി വരിക. അപ്പോൾ അതെല്ലാം കസ്റ്റം ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ ഓരോ പരിപാടികളുണ്ട്. അപ്പം ഞാൻ നോക്കുന്ന അതാണ്, ഒന്നുകൂടി വൈഡായിട്ടൊന്ന് ചെയ്യണമെന്നുള്ളതാണ് പ്ലാന്. പക്ഷെ കുറച്ചധികം പരിപാടികൾ നോക്കുന്നുണ്ട്. കുറച്ചധികം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വളരെ ലിമിറ്റഡാണ്. അപ്പം ആകെ 5-6 ബൈക്കോ ഇപ്പോൾ നിലവിലുള്ളൂ. അതൊന്നുകൂടി ഒന്ന് വലുതാക്കിയിട്ട് കുറച്ചധികം പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കുന്നത് ഇൻഷാല്ലാ. നമ്മളുടെ ഐഡന്റിറ്റി എസ്കിലിന് തന്നെ കറന്റ് ബാച്ചും ഫ്യൂച്ചർ ബാച്ചിലും ഇതേപോലെ ഓണ്ടർപ്രണേഴ്സ് വരുന്നുണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് റിൻഷാദിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? അഡ്വൈസ് എന്താ വെച്ചാൽ എസ്കെലിനെ വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചില്ലേ, എസ്കെലെ വരുന്ന സ്റ്റുഡൻസിന് എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ ഓൾറെഡി 2 റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അതായത് പക്ക ബിസിനസ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ മാത്രമേ ഇവിടെ എത്തിപ്പെടുള്ളൂ. പിന്നെ എനിക്ക് ആരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടതിന് ശേഷം ഞാൻ 4ാമത്തെ ബിസിനസ്സാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇതും വലിയൊരു സംഭവമായി എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ചെറിയൊരു ട്രാക്ഷൻ കിട്ടിയത് ഇപ്പോഴാണ് കിട്ടിയത്. 4 ചെയ്തിട്ടാണ് കിട്ടിയത്. അത് ഓരോ ടൈമിലും ഓരോന്ന് ഷൂട്ടല്ല എന്ന് മനസ്സിലാകുമ്പോൾ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, അടുത്ത പരിപാടി പിടിക്കുക. സ്റ്റോപ്പ് ചെയ്തിട്ട് അടി പോയി നിൽക്കരുത്. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ആ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ടൈമിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അത് എടുക്കുക, റിസ്ക് എടുക്കുക, അത്രയേ ഉള്ളൂ.
അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിൽക്കില്ല, സ്റ്റോപ്പ് ചെയ്ത് അപ്പം തന്നെ അടുത്ത ബിസിനസ് കിട്ടിയില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരും. ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ അല്ലേ. ആരും അത് പ്രോപ്പറായിട്ട് എടുക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് നമ്മളുടെ കൂടെ ഈ ടൈം സ്പെൻഡ് ചെയ്തതിനും ഇത്രയും ഇൻഫോർമേഷൻ തന്നതിനും റിൻഷാദ് ഒന്നുകൂടി താങ്ക് ചെയ്യുന്നു. റിൻഷാദിനോട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.